ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാംഗോ പിക്കിൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ അച്ചാർ ഉണ്ടാക്കാൻ നല്ലപോലെ മൂത്ത മാങ്ങയാണ് ആവശ്യം. ഈ സമയത്താണ് ഇവിടെ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് മസാല തയ്യാറാക്കണം. ആദ്യം തന്നെ അതിന് നമുക്ക് വേണ്ടി ഉലുവ എടുക്കാം. 1.5 കിലോ മാങ്ങയ്ക്കുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത്. 2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വറുത്തെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ചേർക്കണം, പകരം കുരുമുളക് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് അയമോദകമാണ്. അയമോദകം 1 ടേബിൾ സ്പൂൺ അയമോദകം. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഞാനൊന്ന് വറുത്തെടുത്തതാണ്, അതുകൊണ്ടാണ് എല്ലാം ഒന്ന് ചൂടായതിന് ശേഷം ഇട്ടത്. ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കടുക് പരിപ്പ് 1 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിക്കുന്നതിനായിട്ട് വെക്കണം. ബാക്കി മുഴുവനോടെ തന്നെ അച്ചാറിലേക്ക് ചേർക്കേണ്ടതാണ്. ഇനി വേണ്ടത് എണ്ണയാണ്. കടുകെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലപോലെ ചൂടാക്കി വെക്കണം. കടുകെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ട്രഡീഷണൽ രുചി കിട്ടുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം അതൊന്ന് തണുക്കാൻ വെക്കണം. ഇനി മാങ്ങ ഊറ്റി വെക്കണം, അതായത് ആ വെള്ളമെല്ലാം കളഞ്ഞ് വെക്കണം. മിക്സർ നമുക്കൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. പൊടിച്ച് എല്ലാം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം തണുത്ത എണ്ണയിലേക്ക് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയുണ്ട്. ബാക്കി പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ കടുക് പരിപ്പില്ലേ, അതും കൂടി എല്ലാം ചേർത്ത് എണ്ണയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാങ്ങ കഷ്ണമാക്കി ഇത് 1 ദിവസം ഉപ്പിട്ട് വെക്കണം. അതിന് ശേഷമാണ് ആ വെള്ളമൊക്കെ വരുന്നത്. ആ വെള്ളം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് എല്ലാം മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും ചേർക്കാം. ഞാൻ ചേർത്തിപ്പോൾ ശർക്കരയാണ്. 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വെക്കുക, അടച്ച് വെക്കുക. ഏകദേശം 1 ദിവസം ഒന്ന് വെക്കണം. അതിന് ശേഷം വേണം നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റാനായിട്ട്. കുപ്പിയോ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ജാറിലേക്കോ മാറ്റാവുന്നതാണ്. കേരളത്തിലുള്ളവർക്ക് കടുമാങ്ങ എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അതുപോലെ അത്രത്തോളം പ്രിയമുള്ളതാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഈ മാംഗോ പിക്കിൾ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലപോലെ മൂത്ത മാങ്ങയാണ് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം 2 വർഷമൊക്കെ ഇരിക്കും. യാതൊരു കേടും വരികയില്ല. എത്രത്തോളം പഴകുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ഞാനിത് കുപ്പിയിലേക്ക് ആക്കി വെച്ചു. അല്പം കടുകെണ്ണ ചൂടാക്കി ഞാൻ തണുപ്പിച്ചെടുത്തായിരുന്നു, കാരണം കുപ്പിയുടെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. സാധാരണ അച്ചാർ ആരോഗ്യത്തിന് ഹാനികരം ആണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ അച്ചാർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുളിച്ച് തകട്ടിലോ നെഞ്ചരിച്ചിലോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ലൈക്കും കമൻറ്റും അറിയിക്കുക.